മൂന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത് വിദേശികളാണ്. ആരാണ് വിദേശികൾ? ഈ ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ഭൂമി. ഈ ഭൂമി ആരെങ്കിലും ഞാനോ നിങ്ങളോ മെനഞ്ഞുണ്ടാക്കിയതാണോ? ഈ ഭൂമി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാ. അത് ആദ്യമേ തന്നെ വചനം ഇങ്ങനെ പറയുന്നത്, എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനാണ്. ആര്? ദൈവം, കർത്താവ്. അവനിലൂടെയാണ് സമസ്തവും സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്താൽ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം മനുഷ്യന് വേണ്ടിയാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്. ഈ ഭൂമി മനോഹരമായി സൃഷ്ടിച്ചതിന് ശേഷമാണ് ആദിയായി ആദത്തെയും ഹവ്വയെയും മനുഷ്യനായി ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ഈ ഭൂമി എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ മനുഷ്യരെ എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ലോകത്തിൽ മനുഷ്യൻ ജനിക്കുന്നത്? കർത്താവായ യേശു എന്താ പറഞ്ഞത്? നീ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഓരോ മനുഷ്യനെ കുറിച്ച് പറയുന്നതാ. നീ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. സങ്കീർത്തനം 139 അധ്യായം വിശുദ്ധ ബൈബിളില് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ്? ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ നമ്മെ അല്ലെങ്കിൽ എന്നെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നമ്മുടെ രൂപം ദൈവത്തിന് അജ്ഞാതമായിരുന്നില്ല. നമുക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ കണ്ണുകൾ നമ്മെ കണ്ടു. നമ്മുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എത്രയാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് മുമ്പേ അവന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു അവന്റെ ആയുസ്സിന്റെ ദിനം. അതുപോലെ ദൈവത്തിന്റെ സ്നേഹത്താലാണ് ഭൂമിയിൽ ഒരു മനുഷ്യൻ ഭൂജാതനാകുന്നത്. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴേ അമ്മയെ അറിയുന്ന ദൈവം, നമ്മുടെ രൂപവും ഛായയും അറിയുന്ന ദൈവമാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ചയക്കുന്നത്. നാം എവിടെ കാലുകുത്തി നിൽക്കുന്നോ അത് ദൈവം നമുക്ക് സമ്മാനിച്ച ഭൂമിയിലാണ്. അപ്പോൾ ഇവിടെ ആരും വിദേശികളും സ്വദേശികളെന്ന് പറയാൻ അവകാശപ്പെട്ടാൽ ഈ ഭൂമി സൃഷ്ടിച്ചവരായിരിക്കണം. ആരാണ് ഭൂമി സൃഷ്ടിച്ചവർ? ഈ പറയുന്ന ആളുകളുടെ കയ്യിലാണോ ഈ ഭൂമി സൃഷ്ടിച്ചതല്ല? അല്ല, പിതാവായ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ ഭൂമി. അതിനാൽ തന്നെ ഭൂമിയിലായിരിക്കുന്ന എല്ലാവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. ഇനി ഈ സ്വദേശം എന്നൊക്കെ പറയുന്ന യഥാർത്ഥ സ്വദേശം മനുഷ്യന്റെ ഏതാ? 6 അടി മണ്ണും ചുടലക്കാടുമാണ് മനുഷ്യന്റെ യഥാർത്ഥമായ സ്വദേശം. അവിടെയാണ് മനുഷ്യൻ ഒടുങ്ങ അവസാനിക്കുക.